പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഈ കഴിവറുടെ മോനെ ജനങ്ങൾ കാണട്ടെ. ഇവനാണ് രഞ്ജിത്ത്. തിരുവനന്തപുരം ശ്രീകാര്യം വികാസ് നഗറിൽ 251 താമസിക്കുന്ന അശ്വതി ഭവനിലെ രഞ്ജിത്ത്. ഇവൻ പല പേരുകളിലാണ് തട്ടിപ്പ് നടത്തുന്നത്. പേഴ്സണൽ ലോൺ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിനകത്ത് ഒരു പരസ്യം ഇവൻ കൊടുക്കും. ഇത് കണ്ടിട്ട് കുറേ ആളുകൾ ഇവനെ സമീപിക്കും. അവരുടെ എല്ലാ രേഖകളും കൈക്കലാക്കി ലോണ് നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട് എന്ന് പറയുകയും പിന്നീട് കൊല്ലം പള്ളിമുക്കിലുള്ള ഹോം അപ്ലയൻസ് സ്ഥാപനങ്ങൾ, വിവിധ സ്ഥാപനങ്ങളുണ്ട്, ഈ സ്ഥാപനങ്ങളിലൊക്കെ എത്തിച്ചേരാൻ പറയും. തട്ടിപ്പിനിരയായവർ നേരെ ഇവൻ പറയുന്നത് കേട്ട് അവിടെ വരും. അവിടെ വരുമ്പോഴാണ് ചതി മനസ്സിലാകുന്നത്. പേഴ്സണൽ ലോൺ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ കടകളിൽ നിന്ന്, ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള പർച്ചേസ് ലോണാണ് അവൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ തട്ടിപ്പിനിരയായവർക്ക് സാധനവും കിട്ടത്തില്ല, പൈസയും ഇല്ല. ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഈ സാധനങ്ങൾ മറിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. ഇത് കേട്ടിട്ടിരുന്ന ആൾക്കാർക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ EMI അടയ്ക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വിവിധ ബാങ്കുകളിൽ നിന്ന് ഭീഷണിയും ആളുകൾ വീട്ടിൽ വരക്കവും തുടങ്ങി. അങ്ങനെയാണ് ഇവർ ഈ ചതി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവൻ്റെ പേരിൽ കൊല്ലം ഇരവിപുരം പോലീസ് പരാതി നൽകി. ഇവൻ പറഞ്ഞിരുന്ന പേര് മിഥുൻ എന്നാണ്. ഇവരാരും നേരിട്ട് കണ്ടിട്ടോ പോലുമില്ല. ഏതായാലും ഇരവിപുരം പോലീസ് ദേണ്ട ഇവനെ സംഭവ സ്ഥലത്ത് പോയി തന്നെ ഇവനെ പൊക്കിയിട്ടുണ്ട്. ഇവൻ്റെ ഈ നായുടെ മോനെ എല്ലാവരും ഒന്ന് കാണട്ടെ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ പരാതിയായിട്ട് ഇറങ്ങാം. കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ പറ്റിച്ചത് നിരവധി ആളുകളെയാണ്. നിരവധി തട്ടിപ്പ് കേസിലെ പ്രതി കൂടിയാണ്. ഇവൻ്റെ പേരിൽ നേരത്തെ ഒരുപാട് കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനിലായിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ മോഹന വാഗ്ദാനം കേട്ട് ഇവൻ്റെ വേണ്ടി എല്ലാ രേഖകളും അയച്ചു കൊടുത്ത ആളുകൾ ഇന്ന് പണവും ഇല്ല, ഇവൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളും ഇല്ല. ഇവനൊക്കെ എടുത്ത സാധനങ്ങളിലെ ലോണ് അവരെ അടച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. ഈ നായനെ എല്ലാവരും ഒന്ന് കാണട്ടെ. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. ചതി മനസ്സിലായതെന്ന് വെച്ചാല്, ഞങ്ങള് ഫേസ്ബുക്കില് മാർക്കറ്റ് പ്ലേസിലാണ് പേഴ്സണൽ ലോൺ കൊടുക്കുന്ന പറഞ്ഞൊരു ആഡ് കണ്ടു. ആ ആഡ് പ്രകാരം ഞങ്ങള് അങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് നമ്പർ ഇട്ട് തന്നു. അപ്പൊ മിഥുനെന്നായിരുന്നു അതിലെ പ്രൊഫൈൽ നെയിം. അപ്പൊ ആ നമ്പർ പ്രകാരം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞത് പേഴ്സണൽ ലോൺ ചെയ്തു തരും, മാസം 7000 രൂപ അടച്ചാൽ മതിയെന്ന്. ഇപ്രകാരം ഞങ്ങള് 3-4 കസ്റ്റമർക്ക് അത് വേണമായിരുന്നു. അപ്പൊ ഈ 3-4 കസ്റ്റമറെയും കൊണ്ട് ഞങ്ങൾ വിളിച്ചാൽ പറഞ്ഞ് പള്ളിമുക്കിൽ വന്നാൽ മതിയെന്ന്. അങ്ങനെ പള്ളിമുക്കിൽ ചെന്നിട്ട് ഞങ്ങൾ മിഥുനെ കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞ് അത് ചേച്ചി മാഡം അത് പള്ളിമുക്കിൽ വന്നിട്ട് പിട്ടാപ്പള്ളിയിൽ ചെന്നാൽ മതി, അവിടെ നഫാസ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്, നഫാസിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നഫാസ് ഞങ്ങൾ അവിടെ ചെന്നപ്പോ പിട്ടാപ്പള്ളി, അപ്പൊ പിട്ടാപ്പള്ളി എന്ന് കണ്ടപ്പോ ഇത് ഇലക്ട്രോണിക് സ്ഥാപനം, അവിടെ എന്തായാലും പേഴ്സണൽ ലോൺ ചെയ്യത്തില്ല. അപ്പൊ ഒരു ഡൗട്ട് എനിക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാൻ മിഥുനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും മിഥുൻ പറഞ്ഞെന്ന് വെച്ചാല് അത് നഫാസിന് എല്ലാ കാര്യങ്ങളും അറിയാം, ചേച്ചി അങ്ങ് ചെന്നാ മതി എന്ന് പറഞ്ഞു. ഇപ്രകാരം ഞങ്ങൾ ആ 3 കസ്റ്റമറുമായിട്ട് ഞാൻ ഉൾപ്പെടെ നമ്മൾ അവിടെ നമ്മൾ ചെന്നിട്ട് പറഞ്ഞ് നഫാസിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു മിഥുൻ പറഞ്ഞിട്ടാ വന്നേന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നഫാസ് എനിക്ക് ഞങ്ങളുടെ കസ്റ്റമറെ എല്ലാം പ്രൂഫുകൾ വാങ്ങി ലോൺ എല്ലാം ചെയ്തു. പല ഫിനാൻസുകാരെ ഇത് ഇട്ടും 3-4 കസ്റ്റമർക്ക് ചെയ്തു. ലോൺ ചെയ്ത് അങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ചാല് അടുത്ത മാസം 2-ാം തീയതി EMI അടയ്ക്കണം എന്ന് വെച്ചാൽ ഇത് പ്രോഡക്റ്റ് ലോണാണ്. ഈ പ്രോഡക്റ്റ് എടുത്ത് മറിച്ച് വിറ്റിട്ട് അതിന്റെ ക്യാഷ് ആണ് നമുക്ക് തരുന്നെന്നാ പറഞ്ഞത്. അപ്പൊ അക്കൗണ്ടിൽ ഞങ്ങളുടെ 3 ദിവസം കഴിഞ്ഞ് അക്കൗണ്ടിൽ ഈ ക്യാഷ് വരും. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് വേണ്ട, നമുക്ക് ക്യാഷ് അല്ലേ അത്യാവശ്യം. അപ്പൊ ആ ക്യാഷ് കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ അപ്പോഴും ഈ പറഞ്ഞ നവാസ് ഒന്നും പറഞ്ഞിട്ടും ഇല്ല, നമുക്ക് ഈ ലോൺ ചെയ്ത ഒരു രേഖയും തന്നിട്ടില്ല. ഓൾറെഡി മൊബൈലിനകത്ത് അത് എല്ലാ കാര്യങ്ങളും വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് 7 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മിഥുനെയാണ് കോണ്ടാക്ട് ചെയ്തത്. 7 ദിവസം കഴിഞ്ഞ് മിഥുനെ വിളിച്ച് ലോണിന്റെ കാര്യം ചോദിച്ചപ്പോ പൈസ ഇതുവരെ വന്നിട്ടില്ല എന്ന് ചോദിച്ചപ്പോ മിഥുൻ പറഞ്ഞത് ചേച്ചി അത് 18 രൂപ വരും. അപ്പൊ ഞാൻ പറഞ്ഞ അത് 34,000 രൂപ അക്കൗണ്ടിൽ നമുക്ക് ലോൺ ആയത്. ഈ
34,000 രൂപ ലോൺ വരുന്നിടത്ത് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടത് 37,000 സംതിങ് രൂപ അടയ്ക്കണം. അപ്പൊ ഈ 18 രൂപ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്തോ ലാഭം? ഇത് നഷ്ടമാണ്. മിഥുൻ ഇത് ക്യാൻസൽ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഈ 3 കസ്റ്റമറെയും ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ചെയ്തോളാന്നും പറഞ്ഞു. പക്ഷെ പിന്നെ മിഥുനെ വിളിച്ചിട്ട് ഒരു വിളിയില്ല. പക്ഷെ മെസ്സേജുകൾ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് ലോൺ അടയ്ക്കണം, EMI അടയ്ക്കണമെന്നും പറഞ്ഞ് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അവനും തോറും മിഥുനെ കോണ്ടാക്ട് ചെയ്യുന്നു. മിഥുൻ ഫോൺ എടുക്കുന്നില്ല. ഇടയ്ക്ക് വിളിക്കും, ഞാൻ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അടച്ചോളാൻ ചേച്ചി, അത് പേടിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ EMI അടയ്ക്കാത്തോണ്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും മിഥുനെ വിളിച്ചപ്പോ ഫിനാൻസുകാരെ നേരിട്ട് മിഥുനെ കോൾ ചെയ്ത് കൊടുത്തു. അപ്പൊ ഫിനാൻസുകാരും മിഥുനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞെന്ന് അത് അവൻ അക്കൗണ്ട് ക്ലോസ് ചെയ്തോളാം, അത് ഇവര് പെട്ടതല്ല, ഞാൻ ചെയ്തോളാന്നും പറഞ്ഞു. ഈ ഡൗൺ പേയ്മെന്റ് വരെ മിഥുന്റെ പേരിൽ അടച്ചേക്കുന്നത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മള് അവിടെ അറിഞ്ഞപ്പം അവര് പറയുന്നു ഇപ്പം ഇവനെ പിന്നെ വിളിച്ചിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പിട്ടാപ്പള്ളിയിൽ നിന്ന് അന്വേഷിച്ചപ്പോ പിട്ടാപ്പള്ളിയിൽ നവാസ് പറയുന്നു നമുക്ക് മിഥുനെ അറിയത്തില്ല, അവരെ ഫോണിൽ ഒരു എൻക്വയറി വന്നതാണ്, അതിൽ പ്രകാരമാണ് ഞങ്ങൾ വന്നത്, ഇത് നിങ്ങളാണ് വന്ന് ചതിക്കപ്പെട്ട്, ഞങ്ങൾക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടാ, നിങ്ങൾക്ക് പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് തന്ന് നിങ്ങൾ EMI അടച്ചേ പറ്റോളെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഓർഡർ ഇല്ല, പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ക്യാഷും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പിട്ടാപ്പള്ളിയിൽ സംസാരിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, നിങ്ങൾക്ക് ലോൺ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ അടയ്ക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഈ പ്രോഡക്റ്റ് എവിടെ ഡെലിവറി ചെയ്തു എന്ന് അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടായി ഡെലിവറി ചെയ്തേ? അപ്പം പറയുന്നു എന്റെ പേര് വെച്ചാൽ എന്റെ പേരും പറഞ്ഞ് പ്രോഡക്റ്റ് അവിടുന്ന് കൊണ്ടുപോയെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ വന്ന് ലോൺ ചോദിച്ചു പറഞ്ഞ് എനിക്ക് നിങ്ങൾ പ്രോഡക്റ്റ് തന്നിട്ടില്ല, ഞാൻ അവിടെ വന്നിട്ടില്ല, നിങ്ങൾക്ക് CCTV ഫുട്ടേജ് ഇല്ലേ? അപ്പം പറഞ്ഞു അതെല്ലാം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ വന്ന് ഇരവിപുരത്ത് കംപ്ലൈന്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് തട്ടിപ്പ് മനസ്സിലായി. അപ്പൊ സാർ ഇങ്ങനെ പറഞ്ഞു അവന്റെ പേര് മിഥുനല്ല, ഇത് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്, അഭിനവ്, രഞ്ജിത്ത്, അനന്തു, പല പേരിൽ അറിയപ്പെടുന്നു. അങ്ങനെ നമുക്ക് പറ്റിയ ചതി നമുക്ക് മനസ്സിലായി.